ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും കണ്ണൻ്റെ രാധയിലേക്ക് സ്വാഗതം. വൈശാഖമാസം ഏകദേശം അവസാനിക്കാറായി. എങ്കിലും വൈശാഖമാസത്തിൽ ഇനിയും അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് ഒട്ടും സമയം വൈകിയിട്ടില്ല. ഇന്നു മുതലാണെങ്കിലും തുടങ്ങിക്കോളൂ. മക്കൾ നല്ല രീതിയിൽ വളരുവാനും അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനും ജോലി ലഭിക്കുന്നതിനും അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കുമെല്ലാം ഈ അമ്മമാർ വൈശാഖ മാസത്തിൽ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മക്കളെ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തു വേണം നമ്മൾ വളർത്തുവാനായിട്ട്. അവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അകപ്പെടാതെ നോക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. അതിനായി അവർക്ക് നല്ല രീതിയിലുള്ള കഥകൾ ബാല്യം മുതലേ പറഞ്ഞ് ശീലിപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ചില കുട്ടികൾ നിർബന്ധ ബുദ്ധി പിടിക്കാറുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരെ ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്നും മാതാപിതാക്കളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കുട്ടിയെ മനസ്സിലാക്കി കൊടുത്ത് വേണം വളർത്തുവാനായിട്ട്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുക, ഇതൊക്കെ മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറിയാൽ തന്നെ ആ കുട്ടികൾ മാതാപിതാക്കൾക്ക് എന്നും അഭിമാനമാണ്. അതിനായി ചെയ്യേണ്ടത് കുട്ടികളിൽ ഭക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികളിൽ ഭക്തി വളർത്തിയെടുത്താൽ തന്നെ ഭഗവാനുണ്ട്, എന്തിനും ഏതിനും എനിക്കെൻ്റെ ഭഗവാനുണ്ട് എന്നുള്ളൊരു ചിന്ത കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവായ മാറ്റം ആ കുട്ടികളിൽ അനുഭവപ്പെടും. എന്തിനും ഏതിനും തൻ്റെ ഭഗവാൻ തനിക്ക് കൂടെയുണ്ടെന്നുള്ളൊരു ചിന്ത അവരിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എല്ലാം മാറാവുന്നതേ ഉള്ളൂ. ഭഗവാൻ അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ നമ്മൾ മാതാപിതാക്കൾ അവരെപ്പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ക്ഷേത്രങ്ങളിലൊക്കെ കുട്ടികളെ പറഞ്ഞു വിടുകയും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കുവാനൊക്കെ പറയണം. അപ്പോൾ അതിലൊക്കെ സംബന്ധിച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സുകൊണ്ട് അവർ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് കുട്ടികളെ ചേർത്ത് നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വൈശാഖ മാസത്തിൽ അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചില വഴിപാടുകളുണ്ട്. അത് നടത്തി കഴിയുമ്പോൾ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും ഏറ്റവും നല്ലതാണ് ആ ഒരു വഴിപാട്. അത് നടത്തിക്കൊള്ളുക. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം സമർപ്പിക്കുക. വെണ്ണയോളം ഭഗവാന് ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല. മക്കൾക്ക് വേണ്ടി അമ്മമാർ വെണ്ണ കണ്ണന് സമർപ്പിച്ച് മനമുരുകി വിളിച്ചാൽ കണ്ണൻ വിളി കേൾക്കാതിരിക്കുകയില്ല. കണ്ണൻ അമ്മമാരുടെ വിളി ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അത്രയ്ക്ക് കണ്ണൻ അമ്മമാരെ ഇഷ്ടമാണ്. എല്ലാവരും കണ്ണനെ കാണുവാനായിട്ട് കണ്ണൻ്റെ സന്നിധാനത്ത് ചെല്ലുമ്പോൾ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ് കണ്ണൻ ആ ഒരു സന്നിധി വിട്ടിറങ്ങിയത്, മറ്റാരെയുമല്ല, കുറൂരമ്മയെ. അത്രയ്ക്ക് കണ്ണൻ ഇഷ്ടമാണ് അമ്മമാർ വിളിച്ചാൽ ഒരിക്കലും കണ്ണന് തള്ളിക്കളയാൻ കഴിയില്ല. അമ്മമാരുടെ സങ്കടം കണ്ണൻ്റെ സങ്കടമായിട്ട് കണ്ണൻ കരുതും. കണ്ണൻ അതിന് പ്രതിവിധി ഉണ്ടാക്കി തന്നിരിക്കും. അതുകൊണ്ട് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. മക്കളുടെ ഏത് ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് വെണ്ണ നിവേദ്യം സമർപ്പിക്കുന്നത് വളരെ അത്യുത്തമമാണ്. അതുപോലെ മറ്റൊരു വഴിപാടാണ് ത്രിമധുരം സമർപ്പിക്കുക. ത്രിമധുരവും കണ്ണന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടുകളിൽ ഒന്നാണ്. ത്രിമധുരവും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, ജോലി കിട്ടുന്നതിനും വിദ്യാതടസ്സത്തിനും വിവാഹ തടസ്സത്തിനുമൊക്കെ ത്രിമധുരവും വളരെ നല്ലതാണ്. അതുകൊണ്ട് അമ്മമാർ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ വൈശാഖ മാസത്തിൽ വെണ്ണ നിവേദ്യവും അല്ലെങ്കിൽ ത്രിമധുരവും ഇതൊക്കെ കണ്ണന് സമർപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഉടനീളം ഉള്ള ഒരു സമയമാണ് വൈശാഖ മാസം. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ നമ്മൾ കഴിവതും ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈശാഖ മാസം വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. അതുപോലെ വൈശാഖ മാസത്തിൽ നിത്യവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമജപം ചെയ്യുന്നതിനോളം മറ്റൊന്നുമില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് രാവിലെ എഴുന്നേറ്റുള്ള കുളി. അത് വളരെ നല്ലതാണ്. കുളിച്ച് നാമം ജപിച്ച് കഴിയാവുന്നവർ മാത്രം മതി. അസുഖങ്ങൾ എന്തെങ്കിലും കുളിക്കുന്നത് മൂലം എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് പോകുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് കണ്ണന് മനസ്സിലാകുമല്ലോ. ഒരാളുടെ അവസ്ഥ എന്താണെങ്കിലും കണ്ണന് മനസ്സിലാകും. ഇതിനൊന്നും കുഴപ്പമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ രോഗാവസ്ഥയിലുള്ളവർ കാലും മുഖവും കഴുകി നന്നായി ശുദ്ധവൃത്തി വരുത്തി ഇട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയ വസ്ത്രം, വേറെ ഏതെങ്കിലും നനച്ച് ഉണക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതുപോലെ വിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിച്ചാൽ മതിയാകും.
വൈശാഖ മാസം തീരാറായി എന്ന് വിചാരിച്ച് ഇനി എന്ത് ചെയ്യാനാ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരു ദിവസമാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ കഴിവതും നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. മക്കളുടെ തടസ്സത്തിനും വിദ്യയിലുള്ള ഉയർച്ചയ്ക്കും അതുപോലെ മടി മാറാനും മക്കളുടെ കൂട്ടുകെട്ട് നന്നാവാനും അതുപോലെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും ജോലി ലഭിക്കുവാനും വിവാഹ തടസ്സം മാറുവാനും കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ അത്യുത്തമമായ കാര്യമാണ് ഈ വൈശാഖ മാസത്തിലെ നാമജപം. അതുപോലെ കണ്ണന് സമർപ്പിക്കുന്ന വഴിപാടാണ് വെണ്ണ നിവേദ്യവും ത്രിമധുരവും ഒക്കെ നമ്മൾ കണ്ണന് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ലഭിക്കുന്നത്. കണ്ണനിൽ അത്രയധികം വിശ്വസിച്ച് ചെയ്തോളുക. കണ്ണൻ അതിന് ഒരിക്കലും കൈവിടുകയില്ല. കണ്ണൻ അമ്മമാരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കണ്ണൻ അമ്മമാർ വിളിച്ചാൽ കണ്ണന് വരാതിരിക്കാൻ കഴിയില്ല. കാരണം കണ്ണൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മമാരെ. കണ്ണന് യശോദാമ്മ 10 വയസ്സുള്ളപ്പോഴാണ് യശോദാമ്മയുടെ കയ്യിൽ നിന്നും കണ്ണനെ മധുരയിലേക്ക് വിളിപ്പിക്കുന്നത്. ദേവകി എന്ന് പറയുന്ന സ്വന്തം പെറ്റമ്മ തന്നെ കാണുമ്പോൾ ഓടിയെടുത്ത് വരുമെന്ന് വിചാരിച്ച് നിന്ന കണ്ണൻ, കണ്ണടച്ച് നിന്ന കണ്ണൻ്റെ അടുത്തേക്ക് ദേവകിയമ്മ ഓടി വന്നിട്ട് കാലിലാണ് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഭഗവാൻ എന്ന രീതിയിലാണ് ദേവകിയമ്മ കണ്ണനെ കണ്ടത്. ഒരു മാതാവിൻ്റെ വാത്സല്യം 10 വയസ്സ് വരെ മാത്രമേ കണ്ണൻ അനുഭവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ദേവകിയമ്മയുടെ കൂടെ നിന്ന സമയങ്ങളിലെല്ലാം ദേവകിയമ്മ ഭഗവാനെ ഒരു ഭഗവാനായാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ണൻ അമ്മമാരെ ഭയങ്കര വലിയ ഇഷ്ടമാണ്. കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ, അമ്മമാർ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ഒരിക്കലും അമ്മമാരെ കൈവിടുകയില്ല. അതുകൊണ്ട് കണ്ണനെ മനമുരുകി വിളിച്ചോളൂ. കണ്ണൻ ഇതിനെല്ലാം ഒരു ഫലം തരും. തൻ്റെ അമ്മമാർക്ക് വേണ്ടി എന്തും ചെയ്യും കണ്ണൻ. അത്രയ്ക്ക് കണ്ണൻ അമ്മമാരെ എന്ന് വെച്ചാൽ ജീവനാണ്. മക്കളുടെ കൂട്ടുകെട്ട് നന്നാവാനും മക്കളെ നല്ല വഴിക്ക് കൊണ്ടുവരാനുമൊക്കെ ആയിട്ട് കണ്ണന് ചെയ്യാവുന്ന മറ്റൊരു വഴിപാടുണ്ട്. ഇത് അത്യുത്തമമാണ്. ഈ ഒരു വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയ കുട്ടികളെയും തിരികെ കൊണ്ടുവരാനാകും. അത് കണ്ണന് വളരെ ഭക്തിപൂർവം ചെയ്യുക. മറ്റൊന്നുമല്ല, അഭിഷേകമാണ്. കരിക്ക് കൊണ്ടുള്ള അഭിഷേകം. അത് ശ്രീകൃഷ്ണാമ്പലം തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്നിട്ട് തിരുമേനിയോട് പറയുക. പിറ്റേ ദിവസത്തേനുള്ള അഭിഷേകത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുക. തിരുമേനി പറയുന്ന സമയത്ത് അഭിഷേകത്തിന് മുന്നായി അവിടെ ചെന്ന് ഭക്തി പുരസരം അഭിഷേകം കണ്ട് തൊഴാൻ ശ്രമിക്കുക. അഭിഷേകത്തിന് കൊടുത്തേച്ച് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളും അത് പോയി കണ്ട് അത് തൊഴുത് ഒരു 3 അഭിഷേകം ചെയ്തതിന് ശേഷം വളരെ വലിയ മാറ്റമായിരിക്കും കുട്ടിയിൽ ഉണ്ടാകുന്നത്. ഇതും ഒന്ന് അമ്മമാർ ചെയ്തു നോക്കുക. അതുപോലെ കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കാനും ഈ ഒരു വഴിപാട് വളരെയധികം നല്ലതാണ്. എല്ലാം കണ്ണനിൽ സമർപ്പിച്ച് കണ്ണനോട് പ്രാർത്ഥിച്ച് ഈ വൈശാഖ മാസം നല്ല രീതിയിൽ നാമജപം നടത്തി മുന്നോട്ട് പോവുക. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ഒരു നാമമാണ് നാരായണ നാരായണ എന്നുള്ളത്. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ എന്ന് നാമം ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അത് തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം. ചുമ്മാ ഇരിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ നമുക്കത് ചൊല്ലാം. നമുക്കതിന് ഒരു തടസ്സവും ആരും വിധിച്ചിട്ടില്ല. നമ്മളത് ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഒരു ദിവസം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നാമജപം ചെയ്യുക. അത് വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നടക്കുന്ന വഴിയിലും ഇരിക്കുന്ന വഴിയിലും കിടക്കുമ്പോഴും ഒക്കെ നാരായണായ നമഃ എന്നുള്ള ആ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് നടക്കുക. നമ്മളെക്കൊണ്ട് ഇനിയും കഴിയാൻ പറ്റാവുന്നത്ര നാമജപം നടത്തി ഈ ഒരു വൈശാഖ മാസം അവസാനിക്കുന്നത് വരെ നാമജപം നടത്തുക. കണ്ണനെ നന്നായി വിളിക്കുക. കണ്ണൻ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.